ഹലോ, ചെറിയൊരു ഗ്യാപ്പിന് ശേഷം നമ്മളിന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞണ്ട് റോസ്റ്റാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞങ്ങൾക്ക് കിട്ടിയത് ചെറിയ ഞണ്ടാണ്. ഇത് ക്ലീൻ ചെയ്ത് വരുമ്പം ക്വാണ്ടിറ്റി വളരെ കുറവായിരിക്കും. അപ്പം നിങ്ങൾ മേടിക്കുമ്പം വലിയ ഞണ്ട് നോക്കി മേടിക്കാൻ ശ്രദ്ധിക്കുക. അപ്പം ഞണ്ടെല്ലാം കഴുകി വൃത്തിയാക്കി ഇനി നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം. ആദ്യം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ആക്കുക. ഇനി ഇത് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിക്കണം. ഒരു 5 മിനിറ്റ് കഴിയുമ്പം ഇതൊന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം വറ്റാതെ നോക്കണം. വീണ്ടും ഒരു 5 മിനിറ്റും കൂടെ നന്നായിട്ട് വേവിക്കുക. ഇപ്പം ഞണ്ടിവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിത് മാറ്റി വെക്കാം. വേറൊരു ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ചൂടാക്കി തേങ്ങാക്കൊത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങാക്കൊത്തൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് വെളുത്തുള്ളി, അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് കൊടുക്കുമ്പം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനതിവിടെ കാണിക്കാൻ വിട്ടുപോയി. ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുമ്പം സവാള നന്നായിട്ട് വഴന്നു വരും. സവാള ചെറുതായിട്ടൊന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള നന്നായിട്ട് ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നവരെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പൊടികളാണ്. ഞാനിവിടെ 1 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ കുരുമുളക് പൊടിയും 1/2 സ്പൂൺ ഗരം മസാലയും 1.5 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കുക. പൊടികളെല്ലാം സവാളയിലേക്ക് പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഞണ്ട് ചേർത്ത് കൊടുക്കാം. ഞണ്ടും സവാള വഴറ്റിയതും കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഒരു ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്യണം. അടച്ച് വെച്ച് വേവിക്കുമ്പം ആ ഞണ്ടിൻ്റെ ഫ്ലേവറും ടേസ്റ്റും എല്ലാം നമ്മുടെ അരപ്പിലേക്ക് പിടിക്കും. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഗരം മസാലയോ ഉപ്പോ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ.